ലഡാക്ക് സംഘർഷത്തിന് പിന്നാലെ സോനം വാങ്ചുക്കിനെ ലക്ഷ്യം വെച്ച് കേന്ദ്ര ഏജൻസികൾ ചട്ടങ്ങൾ ലംഘിച്ച് വിദേശ ഫണ്ട് കൈപ്പറ്റിയതിൽ വാങ്ചുക്കിനെതിരെ സിബിഐ പ്രാഥമിക അന്വേഷണം തുടങ്ങി. പ്രക്ഷോഭത്തിന് പിന്നിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണെന്ന് ബിജെപി ആരോപിച്ചു. സർക്കാർ നൽകിയ ഉറപ്പുകൾ ലഡാക്കിൽ പാലിക്കാത്തതാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സംഘർഷത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 50-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത ലഡാക്ക് കനത്ത ജാഗ്രതയിലാണ്. നിരാഹാര സമരത്തിൽ സോനം വാങ്ചുക് നടത്തിയ പല പരാമർശങ്ങളും സംഘർഷം ആളിക്കത്തിച്ചതായാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തൽ. ഇതിനു പിന്നാലെ സോനത്തിന്റെ സന്നദ്ധ സംഘടന ചട്ടങ്ങൾ ലംഘിച്ച് വിദേശ ഫണ്ട് സ്വീകരിച്ചു എന്ന ആരോപണത്തിൽ സിബിഐ അന്വേഷണം ആരംഭിച്ചു. സംഘർഷവുമായി ബന്ധപ്പെട്ട് 50 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ നേപ്പാളാക്കാൻ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ശ്രമിക്കുന്നുവെന്ന് ബിജെപി നേതാവ് സംബിത് പത്ര കുറ്റപ്പെടുത്തി. പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം രാഹുൽ ഗാന്ധിയുടെ തലയിൽ കെട്ടിവയ്ക്കാനാണ് ശ്രമമെന്ന് കെ.സി. വേണുഗോപാൽ തിരിച്ചടിച്ചു. എവിടെ കലാപമുണ്ടായാലും മണിപ്പൂരിലുണ്ടായാൽ അത് രാഹുൽ ഗാന്ധി, ലഡാക്കിലുണ്ടായാൽ അത് രാഹുൽ ഗാന്ധി. യഥാർത്ഥ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കണം. അവിടുത്തെ ഒരു നിരാഹാര സമരം നടക്കുന്നത് എത്രയോ നാളുകളായി. അവരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് പരിഹരിക്കണം. ലഡാക്ക് സംഘർഷത്തെ പിന്തുണച്ച് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയും രംഗത്ത് വന്നു. അവകാശങ്ങൾക്കായുള്ള ലഡാക്കിലെ ജനങ്ങളുടെ ആവശ്യത്തെ ബിജെപി നേതൃത്വം നിരന്തരം അവഗണിച്ചുവെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോയും കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ, ദില്ലി.